ഹലോ ഗായ്സ്, അപ്പം പുതിയ വീഡിയോ ആയിട്ട് വന്നത് ഒരു കുട്ടി ഡേ മൈ ലൈഫായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ പോയിട്ടുണ്ട്. വാപ്പയമ്മേ നാട്ടിൽ പോയേക്കാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എടുത്ത വീഡിയോന് കുറച്ച് നാളായിട്ടുണ്ട്. അപ്പോൾ മോളൊരു 10-11 മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കുക. എന്നിട്ട് ഞാൻ അപ്പം തന്നെ കുളിപ്പിച്ച് അവളെ ഒരു കളിക്കാൻ കൊണ്ടിരുത്തിയേക്കണം കേട്ടോ. അപ്പോൾ അവളവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ പഴം പുഴുങ്ങാൻ വെച്ച് വേവിച്ചിട്ട് ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിടുന്നുണ്ട് കേട്ടോ, വേഗം ചൂടാറാൻ വേണ്ടിയിട്ട്. മോളിപ്പോഴും പഴം വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും ഞാൻ എന്നും കൊടുക്കാൻ നോക്കും നല്ലതായ കാരണം. അപ്പോൾ വേഗം ചൂടാറാൻ വേണ്ടി മുറിച്ചിടാം. അപ്പോൾ ഇപ്പോഴും മോള് ഈ ജ്യൂസ് പോലെ ആക്കിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുപ്പിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം കെറ്റിൽ വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നല്ല കഴുകി വെച്ച പാത്രങ്ങളുണ്ടാവും, ഓഫീസിൽ കൊണ്ടുപോയ പാത്രങ്ങളുണ്ടാവും, അതൊക്കെ എടുത്തൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഞാൻ രാവിലെ തന്നെ എടുത്തേക്കാറ്. അപ്പോൾ അതൊക്കെ ക്ലീനാക്കിയിട്ട് ആ സ്ഥലമൊക്കെ ഒന്ന് ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് കഴിയുമ്പോഴേക്കും മുകളുടെ ബോട്ടിൽസൊക്കെ കഴുകാനുള്ള വെള്ളം ചൂടായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ 3 ബോട്ടിൽ കഴുകാനുണ്ട്. ഒന്ന് അവൾ വെള്ളം കുടിക്കണതും, ഒന്ന് പാല് കുടിക്കണതും, പിന്നെ ഒന്ന് കുറുക്കിനതാണ് കേട്ടോ. അപ്പോൾ 2 ബോട്ടിൽ ഫിലിപ്സും പിന്നെ ഒന്ന് PG-ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി കഴിയുമ്പോഴേക്കും പിന്നെ ഇന്നലെ കഴുകി വെച്ച ട്രേയിൽ കുറേ പാത്രങ്ങളുണ്ടാവും കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്നലെ രാത്രി കഴുകി വെച്ചത് അത് ഓരോന്നൊക്കെ വൃത്തിയാക്കാൻ നിൽക്കും. എന്നും ഇതുപോലെ നല്ല ഉണ്ടാവുക, ആളുടെ മൂഡ് അനുസരിച്ചിട്ടാട്ടോ ഓരോ കാര്യങ്ങളും മാറാം. അപ്പോൾ ആളിപ്പോൾ നല്ല വാശിയിലാണെങ്കിൽ പാത്രം ഒന്നും എടുത്തേക്കാനൊന്നും സമയം കിട്ടില്ല. ചിലപ്പോൾ അതിൻ്റെ മേലെ തന്നെ വീണ്ടും കഴുകി കിട്ടും. അപ്പോൾ ഇന്ന് നല്ല മൂടായ കാരണം ഇന്നേക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല ഉണ്ടാവുക. അപ്പോഴേക്കും മുകളിലെ പഴം ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് മോൾക്ക് മാത്രമായിട്ട് ഞാൻ ഉപയോഗിക്കാൻ ബ്ലെൻഡറാണ് കേട്ടോ. ജ്യൂസ് അടിക്കാനും മുകളിലെ കാര്യത്തിന് മാത്രം, വേറെ ഒന്നിൽ ചെയ്യാറില്ല. അപ്പോൾ അതിൽ മുകളുടെ പഴം പുഴുങ്ങിയത് അടിച്ചിട്ട് കുപ്പിയിലാക്കണം. ഇനി അവൾക്ക് മെല്ലെ അവളുടെ സ്വഭാവം അനുസരിച്ചിട്ട് മെല്ലെ TV ഒക്കെ വെച്ചിട്ടാട്ടോ കൊടുക്കുക, അല്ലാണ്ട് അവൾ തിന്നൊന്നുമില്ല. അപ്പോൾ വെള്ളം ഒരു കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഇത് ഫിലിപ്സിൻ്റെയാണ് കേട്ടോ. അതുപോലെ പാല് കൊടുക്കണ കുപ്പിയും ഫിലിപ്സിൻ്റെ ആയിരുന്നു. കുറുക്ക് കൊടുക്കണ കുപ്പിയാണ് കേട്ടോ PG. അപ്പോൾ ഞാൻ പശുമ്പാലാണ് മോൾക്ക് കൊടുക്കുന്നത്. പിന്നെ സിംലാക്കും ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. ആൾക്ക് വലിയ താല്പര്യമില്ല സിംലാക്ക്, കുറച്ച് താല്പര്യമുള്ളത് ഈ കൗ മിൽക്കാണ് കേട്ടോ. അപ്പോൾ അത് ഓരോന്നായിട്ട് ഇനി മോൾക്ക് മെല്ലെ മെല്ലെ പാലിൻ്റെ തണുപ്പ് മാറാനാട്ടോ ഞാൻ നേരത്തോടെ വെച്ചേക്കണത്. ഒരു അരമണിക്കൂറൊക്കെ പുറത്തിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ തണുപ്പ് ഇത്തിരി കുറയും. അപ്പോൾ ഒന്നും മറക്കാണ്ടിരിക്കാനൊക്കെ ഞാൻ ടേബിൾ മുക്ക് വെക്കിട്ട് അപ്പോഴേക്കൊക്കെ ആൾ അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ ഓരോന്ന് ടേബിൾ വെച്ചിട്ട് ആളെ ഞാൻ ബേബി ചെയർമ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ ഇങ്ങനെ ആ സീറ്റ് നമുക്ക് ബാക്കിലേക്ക് ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫുഡ് വേഗം വേഗം കൊടുക്കാൻ പറ്റും കേട്ടോ. ബേബി ചെയറിലിരിക്കുമ്പോൾ വേഗം വേഗം തിന്നും കേട്ടോ. നമ്മളിങ്ങനെ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടി സുഖമാണ് ബേബി ചെയറിലിട്ട് കൊടുക്കുമ്പോൾ. അത് കഴിയുമ്പോഴേക്കും ഞാൻ വെള്ളം കുടിക്കാൻ നോക്കുന്നുണ്ട്. വെള്ളം കൂടി കുറച്ച് കുറവാണ്, പക്ഷെ ആൾ വെള്ളം കുടിക്കാൻ നോക്കണില്ല. അപ്പോഴേക്കും ഫുഡ് കഴിച്ചാൽ അപ്പം തന്നെ കിടന്നു ഉറങ്ങും കേട്ടോ. അങ്ങനെ അവളെ വേഗം കിടത്തി ഉറക്കി. കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ട്, കുറച്ച് ഡ്രസ്സ് നിർത്തിയിടാനുണ്ട്. അപ്പോൾ മോളുടെ മാത്രം ഡ്രസ്സ് ഞാൻ അലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാൻഡുമ്പോൾ കുറച്ച് ഉണങ്ങിയ ഡ്രസ്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മടക്കി വെച്ചിട്ട് വേണം അടുത്ത ഡ്രസ്സ് മോളുടെ ഇടാൻ വേണ്ടിയിട്ട്. ഇത് മോൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാൻഡാണ് കേട്ടോ. ഈ സ്റ്റാൻഡ് കുഞ്ഞ് സ്റ്റാൻഡാണ്, ഞാൻ ഐക്യെന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഡ്രസ്സൊക്കെ എടുത്ത് മോളുടെ ഉണക്കാനുള്ള ഡ്രസ്സ് അതിന്മേടെ കേട്ടോ. ഞാൻ വെയിലത്തിട്ട് ഉണക്കും. അത് കഴിഞ്ഞ് ഒരു ദിവസം ഉള്ളിൽ വെക്കും കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ഇപ്പം വെയിലൊന്നും കിട്ടണില്ല, കാരണം ഈ വെയിൽ തണുപ്പായി തുടങ്ങിയില്ല. അപ്പോഴേക്കും ഞങ്ങളെ സ്റ്റാൻഡുമ്പോൾ ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ മടക്കിയെടുക്കുകയാണ്. അപ്പോഴേക്കും ഇനി അടുത്ത ഡ്രസ്സ് അയിമക്ക് ഇടാനുണ്ട്. അപ്പോൾ ഇതൊക്കെ മോൾ ഉറങ്ങുമ്പോഴേ പറ്റുള്ളൂ. നമുക്ക് മോൾ ഉണർന്നുണ്ടെങ്കിൽ ഇതൊന്നും പറ്റില്ല, കാരണം വാതിൽ തുറന്നെടുത്താൽ ആൾ പുറത്ത് കൂടെ നിൽക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെയുള്ള പണിയെന്ന് വെച്ചാൽ കുറച്ച് ഡ്രസ്സ് വേർതിരിച്ചിട്ടിട്ട് ഞാൻ ഓരോന്നിങ്ങനെ വേർതിരിച്ചിട്ട് കിട്ടാം. ഇക്കാടേയും എൻ്റെയും ഒക്കെ ഇങ്ങനെ വേർതിരിച്ചിട്ടിട്ട് അത് ഇനി കുറച്ച് അലക്കാനുണ്ട്. കുറച്ചേ അലക്കാൻ പറ്റുള്ളൂ, എല്ലാം കൂടി ഒന്നും അലക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോന്ന് വേർതിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അലക്കാടണം. അലക്കാടുമ്പോഴേക്കും ഒരു കരച്ചലിൻ്റെ ശബ്ദം കേട്ടു തുടങ്ങി. നോക്കുമ്പോൾ മോള് ഇങ്ങനെ ഇളകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ശബ്ദം മതി അപ്പം തന്നെ എണീക്കും.
അപ്പോൾ ആൾ എണീറ്റിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ആൾ എണീറ്റില്ല, ഇനി എന്തായാലും വാക്കം ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ശബ്ദമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ആൾ എണീക്കുക. ആൾ എണീറ്റാലാണ് വാക്കം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആളെ വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ വാക്കം ചെയ്യാം കേട്ടോ. അപ്പോൾ ആൾ എൻ്റെ ഫോൺ സ്റ്റാൻഡോടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ആൾ കളിക്കണ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത്, ആൾക്ക് പാല് നേരത്തെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തണുപ്പാറിയിട്ടുണ്ട്. അപ്പോൾ ആൾ കളിക്കണ സമയത്ത് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾ അത് കുടിച്ചുകൊണ്ട് നിൽക്കും. ആൾ നല്ല സമയമാണെങ്കിലേ കുടിക്കുകയുള്ളൂ. വലിയ പൊട്ട വാശിയുള്ള സമയമാണെങ്കിൽ ആൾ തുടന്നില്ല കേട്ടോ. അപ്പോൾ അത് ആൾക്ക് കൊടുത്ത് ആൾ കളിക്കണം അവിടെ. അപ്പോഴേക്കും ആൾ കുറുക്ക് കഴിച്ച പാത്രം മിക്സിയും ജാറും ഒക്കെ കഴുകാണ്ടായിരുന്നു. അത് മെല്ലെ വാഷ് ചെയ്തിട്ടൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഈവനിങ്ങിന് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കണത് സാലഡാണ്. ചിക്കൻ സാലഡ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള ചിക്കനൊക്കെ പുറത്ത് വെക്കണം, ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത പണിയെന്ന് വെച്ചാൽ മോൾക്ക് ഉച്ചക്കുള്ള ചോറ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇത് മോൾ ചോറൊക്കെ തിന്നുമ്പോൾ 2 മണിയൊക്കെ ആവും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുക മോൾക്ക് പരിപ്പും ചോറൊക്കെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ചോറും പരിപ്പും ഫസ്റ്റ് കഴുകി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു വെളുത്തുള്ളി 2 അല്ലി, 2 അല്ലിയല്ല, ഒരു ചെറിയ കഷ്ണമാണെങ്കിൽ 2 അല്ലി എടുക്കും. വലിയ കഷ്ണമാണെങ്കിൽ 1 അല്ലിയൊക്കെ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഉരുളൻകിഴങ്ങ് എടുക്കും ഞാൻ. മത്തങ്ങ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പംകിന്. അതൊരു കഷ്ണം എടുക്കും. ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് എടുക്കും. പിന്നെ എന്തൊക്കെ നല്ല വെജിറ്റബിൾസ് ഉള്ളത് അതെടുക്കും. പിന്നെ ഞാനൊരു ചെറിയ ഉള്ളി 2 കഷ്ണം എടുക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ആണ് ഉണ്ടാക്കുക മോൾക്ക് ഉച്ചക്കത്തെ ഫുഡ്. ബ്രൊക്കോളിയൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ബ്രൊക്കോളി ഒരു ചെറുത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തരീശല എടുക്കുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നാശമാവും. പിന്നെ ഇന്നെടുത്തുള്ള ചിക്കനാണ്. ഇന്ന് ചിക്കൻ ആണെങ്കിൽ നാളെ ഫിഷാണ് എടുക്കുക. ഫിഷിന് അധികം യൂസ് ചെയ്യുക സാൽമണാണ്. ഫിഷും ചിക്കനും മുട്ട ഇങ്ങനെ മാറി മാറിയിട്ടാണ് ഞാൻ കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ഇത് ക്യാരറ്റ് അല്ല കേട്ടോ ആയിരിക്കണത് പംകിനാണ്, നല്ല പഴുത്ത പംകിനാണ് കേട്ടോ. പിന്നെ ഫസ്റ്റ് ഞാൻ ഒരു ജീരകം ഇട്ടിട്ട് അതിൽ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് വെറുതെ സോട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളകും ഉപ്പും ഒക്കെ ഇടും. അത് കഴിഞ്ഞ് വെജീസ് ഇടും. പിന്നെ ചോറും ഇതൊക്കെ ഇടും കേട്ടോ. മോൾക്ക് ഞാൻ ഉപയോഗിക്കുന്നത് പശു നെയ്യാണ് കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഇത് വേവുമ്പോഴേക്കും ഞങ്ങൾ 2 പേരും കുറച്ച് നേരം TV കാണാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ അവളുടെ കാർട്ടൂണ് നേരത്തെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കുമ്പോൾ. ഇപ്പം എനിക്കിഷ്ടമുള്ളതാണ് കേട്ടോ വെക്കുക. അപ്പോൾ എൻ്റെ മടിയിലായ കാരണം കുറച്ച് നേരം ഇരിക്കും അതൊക്കെ കണ്ടിട്ട്. പിന്നെ കുറച്ച് നേരം കളിക്കും. പിന്നെ ആ പാല് ഫുള്ള് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മെല്ലെ അത് കൊടുത്തുകൊണ്ട് കേട്ടോ. അപ്പോഴേക്കൊക്കെ ഉള്ള ചോറൊക്കെ റെഡിയായി. ഇതാ നന്നായി ഞാനൊരു 3-4 വിസിലടിക്കും കേട്ടോ ആൾക്ക് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ട്രോബെറി ഉണ്ടായിരുന്നു ഫ്രൂട്ട്സായിട്ട്. അപ്പോൾ അത് കുറച്ച് അരിഞ്ഞിട്ട്, തൈര് ഭയങ്കര ഇഷ്ടമായ കാരണം ഗ്രീക്ക് യോഗേർട്ടാണ് കേട്ടോ ഞങ്ങൾ എടുത്തേക്കണത്. അപ്പോൾ അത് ഇഷ്ടമാണ്, ചോറി കൂട്ടി തിന്നാണ്. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും TV വെച്ച് കൊടുത്തിട്ടുണ്ട് ആൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂണ്. അപ്പോൾ കാർട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് കുറച്ചെങ്കിലും തിന്നുള്ളൂ കേട്ടോ. എന്തെങ്കിലും വെച്ച് കൊടുത്താൽ ആൾ തിന്നുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ 2 വായ തിന്നും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ വീണ്ടും ജ്യൂസാക്കി കൊടുക്കണം. ഞാനും കുട്ടി ഉണ്ടാവണേക്കാട്ടി മുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കുട്ടിക്ക് TV കാണിക്കില്ല എന്നൊക്കെ. പക്ഷേ കുട്ടിയാകുമ്പോൾ നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുള്ളൂ. ഈ TV ഇത്തിരിയെങ്കിലും കാണിച്ചാലേ ഇത്തിരിയെങ്കിലും വയറ്റിൽ നിന്ന് ഇറങ്ങുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കാണിച്ച് ഇനി അവൾക്ക് പ്ലേ ടൈമാണ് കേട്ടോ. ഇങ്ങനെ അവൾ 4 മണി അറിയാമെന്ന് എനിക്കറിയില്ല. എങ്ങനെയെങ്കിലുമൊക്കെ നിറഞ്ഞ് പിള്ളേരൊക്കെ വന്ന്, ചില സമയത്ത് പിള്ളേർ വന്ന് വിളിക്കും കേട്ടോ. അങ്ങനെ അവൾക്ക് തന്നെ അറിയാം വഴി എങ്ങണ്ട പോകേണ്ടതെന്നൊക്കെ. അങ്ങനെ കുറച്ച് നേരം അവൾ കളിച്ച് കുറച്ച് നേരം തന്നെ കളിക്കുള്ളൂ കേട്ടോ. അപ്പോഴേക്കും എനിക്ക് നോമ്പുണ്ട്. അപ്പോൾ ഇനി നോമ്പ് ഇറക്കാൻ കുറച്ച് സാലഡ് ഉണ്ടാക്കണം. പിന്നെ ചിക്കൻ സാലഡാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് അരിഞ്ഞ് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങൾ മുകളിൽ ഫുഡ് കഴിച്ചതിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ച് ഇനി കുറച്ച് സാലഡിനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തൈര്, കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് അരയ്ക്കണം കേട്ടോ. അരച്ചിട്ട് ഇത് മാഗ്നേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം പുറത്ത് വെക്കണം. അപ്പോൾ ഇനി കുറച്ച് സാലഡൊക്കെ അരിയാനുണ്ട്. അപ്പോൾ ഉള്ള സാലഡ് മാത്രം കേട്ടോ അരിയാണത്. ക്യാരറ്റ് ഉണ്ടായിരുന്നു, പിന്നെ വൈറ്റ് ഓണിയൻ ഉണ്ടായിരുന്നു, കുക്കുംബർ ഉണ്ടായിരുന്നു. അതൊക്കെ മെല്ലെ മെല്ലെ അരിഞ്ഞ് അരിഞ്ഞ് ഒക്കെ ആക്കി വെക്കണം. എനിക്ക് നോമ്പ് ഇറക്കണം കാട്ടി മുന്നേ എല്ലാം ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് നോമ്പ് ഇറക്കുമ്പോൾ ഇത് തിന്നാലോ, ഫ്രൂട്ട്സും ഇതൊക്കെ കൂടി തിന്നാലോ. പൊരിക്കടിയൊന്നും തിന്നണ്ട വെച്ചിട്ടാണ് കുറച്ച് തടി കൂടി ഉണ്ടായിരുന്നു.
പ്രഗ്നൻ്റ് ആകുമ്പോൾ. അപ്പോൾ മോള് ഗർഭിണിയാകുമ്പോൾ വെയിറ്റ് ഇല്ലാത്ത കാരണം ഞാൻ 2 മാസം പ്രോട്ടീൻ പൗഡർ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രോട്ടീൻ പൗഡർ കഴിക്കുമ്പോൾ നമ്മളെ മേത്തേക്കാണ് ആ വെയിറ്റ് ഫുള്ള് കയറുന്നത്. അപ്പോൾ ആളെ ഞാൻ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഒരു 96 kg ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ 76 അത്രയൊക്കെയാണ് കേട്ടോ ഉള്ളത്. അത്രയും ഞാൻ കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതുപോലെ നോമ്പ് എടുത്തിട്ടും കുറച്ചൊക്കെ ഫുഡ് കൺട്രോൾ ചെയ്തിട്ടും തിങ്കൾ മുതൽ വെള്ളി വരെ നല്ല ഡയറ്റ് ആയിരിക്കും. ശനി ഞായറിൻ്റെ ഡയറ്റൊക്കെ പൊട്ടിക്കൂട്ടാ. കാരണം ശനി ഞായറല്ല ഇവിടെ പുറത്ത് പോവുക. ഇവിടെ ഉള്ളവർക്ക് ശനി ഞായറല്ല ലീവ്. അപ്പോൾ ശനി ഞായർ നമ്മൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കുമ്പോൾ വീണ്ടും ഡയറ്റ് പൊട്ടും. അപ്പോൾ വാങ്ങിക്കൊടുക്കാനുള്ള സമയമൊക്കെ ആയ കാരണം പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ട് മോളിത്തിരി വാശുവിലായി. അപ്പോൾ ഇത്രയൊക്കെ വീഡിയോ എടുത്തുള്ള അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.